എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 12ാമത്തെ സർഗത്തിലെ 11 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഋഷ്യശൃംഗൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് യാഗം ചെയ്യാൻ പുറപ്പെടുകയാണ് എന്നുള്ളതാണ്. 8ാമത്തെ സർഗത്തിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ ആവർത്തനം തന്നെയാണ് 12ാമത്തെ സർഗം വരുന്നത്. നമുക്കാദ്യം 11ാമത്തെ ശ്ലോകം നോക്കാം. വസിഷ്ഠപ്രമുഖാ സർവേ പാർത്ഥിവസ്യ മുഖാശ്രുതം ഋഷ്യശൃംഗപുരോഗാശ്ച പ്രത്യൂജുർനൃപതിം തദാ. അവിടെ ഈ പറഞ്ഞ രാജാവിൻ്റെ വാക്യങ്ങൾ രാജാവ് പറഞ്ഞല്ലോ, ഋഷ്യശൃംഗൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഞാൻ അശ്വമേധയാഗം ചെയ്യാൻ പോവുകയാണ്, അതിന് ഫലം കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞല്ലോ. അത് കേട്ടിട്ട് വസിഷ്ഠൻ മുതലായിട്ടുള്ള പ്രമുഖന്മാരായിട്ടുള്ള ബ്രാഹ്മണർ മുഴുവനും രാജാവിൻ്റെ നാവിൽ നിന്ന് മുതിർന്നു വന്ന വാക്കുകൾ കേട്ടിട്ട് വസിഷ്ഠപ്രമുഖാഹ സർവേ പാർത്ഥിവസ്യ മുഖാശ്രുതം, പാർത്ഥിവൻ്റെ മുഖത്ത് നിന്ന് പുറത്തേക്ക് വന്നതായ വാക്കുകൾ കേട്ടു. മാത്രമല്ല ഋഷ്യശൃംഗപുരോഗാശ്ച പ്രത്യൂജർ നൃപതിം തദ, ഋഷ്യശൃംഗനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിട്ടുള്ള ബ്രാഹ്മണരും രാജാവിനോട് ഇപ്രകാരം മറുപടി പറഞ്ഞു. അതാണ് ഋഷ്യശൃംഗ പുരോഗാശ്ച. ഋഷ്യശൃംഗൻ മുതലായിട്ടുള്ള പുരോഹിതന്മാർ, ഋഷ്യശൃംഗനെ മുൻപിൽ നിർത്തിയിട്ടുള്ള പുരോഹിതന്മാരെല്ലാവരും തന്നെ തഥാ നൃപതിം പ്രത്യൂജു, അപ്പോൾ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. എന്താണ് അതൊക്കെ ആദ്യത്തെ സർഗത്തിലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവിടെ ഒരു കഥാപാത്രത്തിനെ കൊണ്ടുവരുന്നുണ്ട്, ഋഷ്യശൃംഗനെ കൊണ്ട് പറയിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ മുമ്പത്തെ സർഗത്തിൽ 8ാമത്തെ സർഗത്തിൽ ഉള്ളത് തന്നെയാണ്. സംഭാരാ സംഭ്രിയന്താം തേ തുരഗശ്ച വിമുച്യതാം സരയുവാശ്ചോത്തരേ തീരേ യജ്ഞഭൂമിർവിധീയതാം സർവഥാ പ്രാപ്സ്യസേ പുത്രാംശ്ചതുരോമിത വിക്രമാൻ യസ്യ തേ ധാർമ്മികീ ബുദ്ധിരിയം പുത്രാർത്ഥമാഗത. ആദ്യം പറഞ്ഞത് തന്നെയാണ് പറയണത്. എല്ലാ ഒരുക്കങ്ങളും ചെയ്യുമാറാകട്ടെ, കുതിരയെ പറഞ്ഞയക്കൂ, സരയൂ നദിയുടെ വടക്കേ തീരത്ത് യജ്ഞഭൂമി ഒരുക്കുമാറാകട്ടെ. ഏതായാലും അങ്ങയ്ക്ക് 4 പുത്രന്മാരെ, മിടുക്കന്മാരായിട്ടുള്ള നല്ല പരാക്രമികളായിട്ടുള്ള 4 മക്കളെ കിട്ടുക തന്നെ ചെയ്യും. അതാണ് ചതുര, 4 അമിത വിക്രമന്മാരായിട്ടുള്ള നല്ല മിടുമിടുക്കന്മാരായിട്ടുള്ള 4 മക്കളെ അങ്ങ് എങ്ങനെയായാലും പ്രാപിക്കും. അങ്ങയ്ക്ക് 4 മക്കളുണ്ടാവും. യസ്യതേ ധാർമ്മികീ ബുദ്ധി ഇയം പുത്രാർത്ഥമാഗത. ഇങ്ങനെ ഒരു ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാൻ അങ്ങേക്ക് തോന്നിയല്ലോ, അത് തന്നെ വളരെ നല്ല കാര്യമാണ്. ധാർമ്മികമായിട്ടുള്ളൊരു ബുദ്ധിയാണ് യാഗമൊക്കെ ചെയ്യുക. മറ്റു പല ആൾക്കാരും ബലി കൊടുത്തിട്ടൊക്കെ വേണ്ടാത്തതൊക്കെ ചെയ്തിട്ട് മക്കളുണ്ടാവണം എന്ന് വിചാരിക്കും. ഇതങ്ങനെയല്ലല്ലോ, അങ്ങ് ചെയ്തത് നല്ലൊരു യാഗമാണ്. യാഗം ചെയ്തിട്ട് പുത്രന്മാരെ പ്രതീക്ഷിക്കുക, അതാണ് നല്ലൊരു പ്രവൃത്തിയായിട്ട് ഋഷ്യശൃംഗൻ രാജാവിനോട്, ദശരഥനോട് പറഞ്ഞത്. എന്നിട്ട് 14ാമത്തെ ശ്ലോകം നോക്കാം. തതഃ പ്രീതോ ഭവൻ രാജാ ശ്രുത്വാ തുദ്വിജഭാഷിതം അമാത്യാനബ്രവീദ് രാജാ ഹർഷേണേദം ശുഭാക്ഷരം. അതൊക്കെ കേട്ടിട്ട് ദ്വിജഭാഷിതം ശ്രുത്വാ തതഃ രാജാ പ്രീതോ അഭവത്. തതഃ പ്രീതോ അഭവത് രാജ എന്നാണ്, അഭവനല്ല അഭവത്. രാജാവ് വളരെയധികം സന്തോഷിച്ചു. ദ്വിജൻ പറഞ്ഞത് കേട്ട വാക്കുകൾ അത് ശ്രവിച്ചിട്ട്, അതായത് ഋഷ്യശൃംഗൻ പറഞ്ഞത് കേട്ടിട്ട് മക്കളുണ്ടാവും, മിടുക്കന്മാരാവും എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ദശരഥൻ വല്ലാതെ ആനന്ദിച്ചു. എന്നിട്ട് അമാത്യാൻ അബ്രവീദ് രാജ ഹർഷേണേദം ശുഭാക്ഷരം, ബ്രാഹ്മണരോട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇപ്രകാരം ദശരഥൻ പറഞ്ഞു. ഗുരൂണാം വചനാത് ശീഘ്രം സംഭാരാ സംഭ്രിയന്തു മേ സമർത്ഥാധിഷ്ഠിതശ്ചാശ്വ സോപാധ്യായോ വിമുച്യതാം. ഗുരുക്കന്മാരുടെ വാക്കുകൾ ഒരിക്കലും വിഫലമാവാറില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് മക്കളുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ട് അങ്ങ്, അതായത് സുമന്ത്രരടക്കമുള്ളതായിട്ടുള്ള മന്ത്രിമാരും പുരോഹിതന്മാരും എല്ലാവരും കൂടിയിട്ട് സരയൂ നദിയുടെ വടക്കേ തീരത്ത് യാഗവേദി ഒരുക്കിക്കോളൂ, എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കോളൂ. മാത്രമല്ല സമർത്ഥാധിഷ്ഠിതശ്ച അശ്വ, അതിനായിട്ട് അവിടേക്ക് കൊണ്ടുവരപ്പെട്ട അശ്വത്തിനെ, കുതിരയെ, സോപാധ്യായോ വിമുച്യതാം, ഉപാധ്യായനോട് കൂടിയിട്ട്, അതായത് മറ്റൊരു പുരോഹിതനോട് കൂടിയിട്ട്, ഒറ്റയ്ക്ക് പറഞ്ഞേക്കരുത്, കൂടെ ഗുരുക്കന്മാരെ പുരോഹിതന്മാരെ ആരെങ്കിലും ഉണ്ടാവണം. അങ്ങനെ ഗുരുക്കന്മാരോട് കൂടിയിട്ട് കുതിരയെയും പറഞ്ഞയക്കൂ എന്ന് പറയുക ചെയ്തത്. വ്യാഖ്യാനത്തിൽ സോപാധ്യായ അശ്വ എന്നുള്ളത് കൊണ്ട് സുരക്ഷാ ഭടന്മാരോട് കൂടിയിട്ടുള്ള അശ്വത്തിനെ
പറഞ്ഞയച്ചാലും എന്ന് അർത്ഥം കാണുന്നുണ്ട്. സരയ്വാശ്ചോത്തരേ തീരെ യജ്ഞഭൂമിർവിധീയതാം ശാന്തയശ്ചാഭിവർദ്ധന്താം യഥാകൽപ്പം യഥാവിധി. വീണ്ടും ആവർത്തിക്കുകയാണ്, സരയുവിൻ്റെ ഉത്തരതീരത്തിലെ യജ്ഞഭൂമി ഒരുക്കുക. അവിടെ യഥാകൽപ്പം യഥാവിധി, വേണ്ടതുപോലെ ആവശ്യമുള്ളിടത്തോളം ചടങ്ങുകൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതേപോലെ ശാന്തി മംഗളകർമ്മങ്ങളൊക്കെ അവിടെ ചെയ്യുമാറാകട്ടെ. എല്ലാവരും പുരോഹിതന്മാരെല്ലാവരും ചേർന്നിട്ട് അവിടെ അതൊക്കെ ചെയ്യട്ടെ എന്നർത്ഥം. ശക്യ കർത്തുമയം യജ്ഞ സർവേണാപി മഹീക്ഷിത നാപരാധോ ഭവേത് കഷ്ടോ യദ്യസ്മിൻ ക്രതുസത്തമേ. അതായത് തെറ്റുകുറ്റങ്ങളൊന്നും വരാതെ ഈ യാഗം ഭംഗിയായിട്ട് നടക്കാൻ നല്ലവണ്ണം ശ്രദ്ധിക്കണം. മാത്രമല്ല, നല്ലൊരു ചക്രവർത്തി, നല്ല കുറേ പുരോഹിതന്മാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ യാഗം നടത്തി തീർക്കാൻ പറ്റും. അതാണ് ശക്യകർത്തുമയം യജ്ഞ സർവേണാപി മഹീക്ഷിത. നല്ല മിടുക്കന്മാരായിട്ടുള്ള ചക്രവർത്തിമാരാണ്, രാജാക്കന്മാരാണ് ഇവിടെ രാജ്യം ഭരിക്കുന്നത് എങ്കിൽ യാഗം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. തെറ്റുകുറ്റങ്ങളൊന്നും വരാതെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, ദക്ഷിണ കൊടുക്കേണ്ടവർക്ക് ദക്ഷിണ കൊടുക്കുക, അതുപോലെ ഭക്ഷണം കൊടുക്കേണ്ടവർക്ക് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ എന്തൊക്കെ ചെയ്തു തീർക്കണോ അതൊക്കെ നന്നായി ചെയ്താൽ തന്നെ യാഗം വളരെ ഭംഗിയാവും. ന അപരാധോ ഭവേത് കഷ്ടോ കഷ്ടഃ അപരാധഃ ന ഭവേത് യദ്യസ്മിൻ ക്രതുസത്തമേ. വേണ്ടതുപോലെ വിധിക്കനുസരിച്ചാണ് മുമ്പാക്കം പോണതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തെറ്റും വരാൻ സാധ്യതയില്ല. ഛിദ്രം ഹി മൃഗയന്ത്യേതേ വിദ്വാംസോ ബ്രഹ്മരാക്ഷസ വിധിഹീനസ്യ യജ്ഞസ്യ സദ്യഃ കർത്താ വിനശ്യതി. അതുപോലെ ബ്രഹ്മരാക്ഷസുകളെന്ന് അർത്ഥം പറയേണ്ടത് ബ്രാഹ്മണന്മാർ തന്നെ വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്ത് നടക്കുന്ന ബ്രഹ്മരാക്ഷസന്മാർ, ഉത്തമന്മാരായിട്ട് അല്ലാത്തവരായ ബ്രാഹ്മണർ, അവരെ ബ്രഹ്മരാക്ഷസന്മാർ എന്ന് പറയാറുണ്ട്. ചാർവാക രാക്ഷസന്മാർ എന്നൊക്കെ പറയണത് പോലെ ഈ യാഗാദി കർമ്മങ്ങളിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ലാത്ത ആൾക്കാർ, അവർ ഇതിനെയൊക്കെ എതിർക്കാൻ നടക്കും. അതാണ് ഛിദ്രം ഹി മൃഗയന്ത്യേതേ വിദ്വാംസഃ. നല്ല വിദ്വാൻമാരാണ്, പക്ഷേ ചീത്ത രീതിയിലെ ബുദ്ധി പ്രവർത്തിക്കുള്ളൂ. അങ്ങനെയുള്ള ബ്രഹ്മരാക്ഷസന്മാർ ഇതിനെന്തെങ്കിലും ഒരു ഛിദ്രം, അതായത് ഇതിനെന്തെങ്കിലും ഒരു ഇട കിട്ടിയാൽ, ഒരു വിടവുണ്ടാക്കിയാൽ അതിൽ കൂടെ ഉള്ളിലേക്ക് ഞൊളച്ച് കയറിയിട്ട് അത് മുഴുവൻ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തും. അതുകൊണ്ട് അവരെ ഒഴിവാക്കണം. അവർ കയറി വരാത്ത വിധത്തിൽ ഭംഗിയായിട്ട് വേണം യാഗം നമുക്ക് നടത്താൻ. വിധിഹീനസ്യ യജ്ഞസ്യ സദ്യഃ കർത്താ വിനശ്യതി. വിധി പോലെ നടക്കാത്ത യാഗം, ആ യാഗത്തിൻ്റെ യജമാനൻ, കർത്താവ് ആരാണോ ആ ആൾ നശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള യാഗത്തിന് യാതൊരു തരത്തിലും വിധികൾ മാറിപ്പോകാൻ പാടില്ല, വിധികൾ അനുഷ്ഠിക്കാതെയും പാടില്ല. അത് കൃത്യമായിട്ട് അനുഷ്ഠിച്ചുകൊണ്ട് യാഗം ചെയ്യണം എന്നർത്ഥം. തദ്യഥാ വിധിപൂർവം മേ ക്രതുരേഷ സമാപ്യതേ തഥാ വിധാനം ക്രിയതാം സമർത്ഥ കരണേഷ്വിഹ. എന്നിട്ട് രാജാവ് പറയാണ്, തസ്മാത് യഥാ വിധിപൂർവം മേ ക്രതു ഏഷ സമാപ്യതേ ഏഷ മേ ക്രതു യഥാ വിധിപൂർവം സമാപ്യതേ. ആരംഭം മുതൽ അവസാനം വരെ വിധികൾ ഉണ്ടായിരിക്കണം. ആ രീതിയിൽ, അതായത് എങ്ങനെയാണോ യാഗം ചെയ്യണമെന്ന് മുൻപ് കൂട്ടി പറഞ്ഞു വച്ചിരിക്കുന്നത് ആ വിധിക്ക് യാതൊരു മാറ്റവും ഇല്ലാതെ വേണം യാഗം നടക്കാൻ. അങ്ങനെ ആയിരിക്കണം എൻ്റെ യാഗം ഇവിടെ നടക്കേണ്ടത്. തഥാ വിധാനം ക്രിയതാം സമർത്ഥാഹ കരണേഷ്വിഹ. എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇന്ദ്രിയങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കട്ടെ, തെറ്റുകളൊന്നും വരാതിരിക്കട്ടെ എന്ന് ആശംസിച്ച് അവരെ പറഞ്ഞയക്കുകയാണ്. അതുകൊണ്ട് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തഥാ വിധാനം ക്രിയതാം, അപ്രകാരം എല്ലാ ഒരുക്കങ്ങളും ചെയ്തു തീർക്കൂ എന്ന് പറയാണ് ചെയ്യണത്. തഥേതി ച തതഃ സർവേ മന്ത്രിണഃ പ്രത്യപൂജയൻ പാർത്ഥിവേന്ദ്രസ്യ തദ്വാക്യം യഥാജ്ഞപ്തമകുർവത. 20ാമത്തെ ശ്ലോകം. ഇതിൻ്റെ ഇടയിൽ ശ്ലോകത്തിൻ്റെ എണ്ണമൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ മുമ്പേ പറഞ്ഞ അതേ ശ്ലോകങ്ങളായതുകൊണ്ട് പറഞ്ഞു പോവേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ സർവേ മന്ത്രിണ തഥാ ഇതി പ്രത്യപൂജയൻ, എല്ലാ മന്ത്രിമാരും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനെ ബഹുമാനിച്ചു. പാർത്ഥിവേന്ദ്രസ്യ തദ്വാക്യം യഥാജ്ഞപ്തം അകുർവത. രാജാവ് എന്തൊരു വാക്യമാണോ തങ്ങളോട് പറഞ്ഞത് അത് വേണ്ടതുപോലെ ചെയ്തു തീർക്കുകയും ചെയ്തു മന്ത്രിമാർ എന്നർത്ഥം. എന്നിട്ട് 21ാമത്തെ ശ്ലോകം നോക്കാം.
തതോ ദ്വിജാസ്തേ ധർമ്മജ്ഞമസ്തുവൻ പാർത്ഥിവർഷഭം അനുജ്ഞാതാസ്തതഃ സർവേ പുനർജഗ്മുർയഥാഗതം. അങ്ങനെ വേണ്ടതൊക്കെ ചെയ്ത് യാഗത്തിനുള്ള ഒരുക്കങ്ങൾ, യാഗം തുടങ്ങിയെന്ന് പറയണില്ല, യാഗത്തിനുള്ള സകല ഒരുക്കങ്ങളും ചെയ്തു വച്ചതായ ആ മഹാരാജാവിനെ എല്ലാ ഋത്വിക്കുകളും എല്ലാ ബ്രാഹ്മണരും ചേർന്ന് സ്തുതിച്ചു. അതാണ് തതോ തേ ദ്വിജാഹ ധർമ്മജ്ഞം പാർത്ഥിവർഷഭം അസ്തുവൻ. ധർമ്മം അറിയുന്നവനായ, യാഗം ചെയ്യണമെന്നുള്ള തോന്നൽ തന്നെ ധാർമ്മികമാണല്ലോ, അങ്ങനെ ധർമ്മത്തെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനായിട്ടുള്ള ആ ദശരഥ മഹാരാജാവിനെ അവിടെ കൂടിയിരുന്ന എല്ലാ ബ്രാഹ്മണരും സ്തുതിച്ചു. അസ്തുവൻ. അനുജ്ഞാതാസ്തതഃ സർവേ പുനർജഗ്മുർ യഥാഗതം. അവരെല്ലാവരും അനുജ്ഞ നൽകി തിരിച്ചുപോയി. അതായത് യാഗത്തിന് പങ്കെടുക്കേണ്ടാത്തവർ തിരിച്ചുപോയി, ബാക്കി എല്ലാവരും അവിടെ തന്നെ നിന്നു. അവരെല്ലാവരും അനുമതി കൊടുത്തു രാജാവിന്. അതാണ് അനുജ്ഞാതാഹ സർവേ. അവരെല്ലാവരും കൂടി രാജാവിന് അനുജ്ഞ നൽകിയിട്ട് പുനഃ യഥാഗതം ജഗ്മു. എവിടെ നിന്നാണോ വന്നത് അവരവരുടെ ഗൃഹങ്ങളിലേക്ക് തിരിച്ചുപോയി. 22ാമത്തെ ശ്ലോകം നോക്കാം. ഗതേഷു തേഷു വിപ്രേഷു മന്ത്രിണസ്തന്നരാധിപ വിസർജയിത്വാ സ്വം വേശ്മ പ്രവിവേശ മഹാമതി. അങ്ങനെ എല്ലാവരും അവർ പോയപ്പോൾ തേഷു വിപ്രേഷു ഗതേഷു താൻ മന്ത്രിണ വിസർജയിത്വാ നരാധിപ സ്വം വേശ്മ പ്രവിവേശ മഹാമതി നരാധിപ. അങ്ങനെ ബ്രാഹ്മണർ, അവിടെ യാഗാദി കർമ്മങ്ങൾക്ക് ആവശ്യമില്ലാത്തവരായിട്ടുള്ള ബ്രാഹ്മണർ പോയി. മന്ത്രിമാരും എല്ലാവരും തിരിച്ചു പോയപ്പോൾ ആ മഹാധാർമ്മികനായ മഹാമതിയായിട്ടുള്ള ആ രാജാവ് ദശരഥൻ സ്വന്തം കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അയോധ്യയിലേക്ക്, തൻ്റെ കൊട്ടാരമുണ്ടല്ലോ, അയോധ്യയിൽ തന്നെ തൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. ഇതിൽ പ്രത്യേകിച്ച് യാതൊരു വിഷയവും പറയണില്ല, ആവർത്തനം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വേഗം പറഞ്ഞു പോയത്. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. വസിഷ്ഠപ്രമുഖാ സർവേ പാർത്ഥിവസ്യ മുഖാശ്രുതം ഋഷ്യശൃംഗപുരോഗാശ്ച പ്രത്യൂജുർനൃപതിം തദാ സംഭാരാ സംഭ്രിയന്താം തേ തുരഗശ്ച വിമുച്യതാം സരയുവാശ്ചോത്തരേ തീരേ യജ്ഞഭൂമിർവിധീയതാം സർവഥാ പ്രാപ്സ്യസേ പുത്രാംശ്ചതുരോമിത വിക്രമാൻ യസ്യ തേ ധാർമ്മികീ ബുദ്ധിരിയം പുത്രാർത്ഥമാഗതാ തതഃ പ്രീതോ ഭവൻ രാജാ ശ്രുത്വാ തുദ്വിജഭാഷിതം അമാത്യാനബ്രവീദ് രാജാ ഹർഷേണേദം ശുഭാക്ഷരം ഗുരൂണാം വചനാത് ശീഘ്രം സംഭാരാത് സംഭ്രിയന്തു മേ സമർത്ഥാധിഷ്ഠിതാശ്ചാശ്വ സോപാധ്യായോ വിമുച്യതാം സരയുവാശ്ചോത്തരേ തീരേ യജ്ഞഭൂമിർവിധീയതാം ശാന്തയശ്ചാഭിവർദ്ധന്താം യഥാകൽപ്പം യഥാവിധി ശക്യഃ കർത്തുമയം യജ്ഞഃ സർവേണാഭിമഹീക്ഷിതാ നാപരാധോ ഭവേത് കഷ്ടോ യദ്യസ്മിൻ ക്രതുസത്തമേ ഛിദ്രം ഹി മൃഗയന്ത്യേതേ വിദ്വാംസോ ബ്രഹ്മരാക്ഷസാ വിധീനസ്യ യജ്ഞസ്യ സദ്യഃ കർത്താ വിനശ്യതി തദ്യഥാ വിധിപൂർവം മേ ക്രതുരേഷ സമാപ്യതേ തഥാ വിധാനം ക്രിയതാം സമർത്ഥാ കരണേഷ്വിഹ തഥേതി ച തതഃ സർവേ മന്ത്രിണഃ പ്രത്യപൂജയൻ പാർത്ഥിവേന്ദ്രസ്യ തദ്വാക്യം യഥാജ്ഞപ്തമകുർവത തതോ ദ്വിജാസ്തേ ധർമ്മജ്ഞമസ്തുവൻ പാർത്ഥിവർഷഭം അനുജ്ഞാതാസ്തതഃ സർവേ പുനർജഗ്മുർയഥാഗതം ഗതേഷു തേഷു വിപ്രേഷു മന്ത്രിണസ്തന്നരാധിപാൻ വിസർജയിത്വാ സ്വം വേശ്മ പ്രവിവേശ മഹാമതി. ഇങ്ങനെ വേഗത്തിൽ പറഞ്ഞു പോകേണ്ട അർത്ഥങ്ങൾ മാത്രമേ ഈ ഒരു സർഗത്തിലുള്ളൂ. ശ്ലോകങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.